ഗൈസ്, അപ്പം ഞങ്ങളിതാ വയനാടിനോട് ടാറ്റ ബൈ ബൈ പറയാൻ പോവാണ്. ഇതെൻ്റെ വീടാട്ടോ. ഇവിടെയായിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങി നടന്നിട്ടുണ്ട് വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ബാബുവേട്ടനെ കണ്ടായിരുന്നു. സിന്ധം വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. വണ്ടിയൊക്കെ എടുത്തതാ ഞങ്ങൾ യാത്ര തുടങ്ങി. ഗൈസ്, പോകുന്ന വഴിക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് സിന്ധനും ലിജിഷും കൂടെ ഞങ്ങളെ പുറകെ കുറച്ച് ദൂരം യാത്രയാക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളൊരു ദ്വാരകയുള്ളൊരു കടയിൽ കയറിയിട്ട് അവിടുത്തെ കല്ലുമ്മക്കായും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ സ്പൈസി ഐറ്റംസ് ആയതുകൊണ്ട് മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് ഓർഡർ ചെയ്തതൊന്നും അവർ കഴിച്ചില്ല. അപ്പോൾ ഇത് പോകുന്ന വഴിക്ക് വേണം നമുക്ക് എന്താക്കാൻ, വേഗം മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ. അല്ല അവർ പോകുന്ന വഴിക്ക് വേഗം കിടന്ന് ഉറങ്ങിപ്പോവും. അങ്ങനെ വൈശു പറഞ്ഞ കൽപ്പറ്റയിൽ ഒരു സ്പോട്ടുണ്ട്. അവൻ മുമ്പേ കഴിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ന്യൂ ഫോം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. അവൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് ബീഫ് ബിരിയാണി കൊണ്ടുതന്ന ഷോപ്പ്. അതെന്തായാലും അവിടെ തന്നെ പോവാം. ന്യൂ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല ബീഫ് റോസ്റ്റ് കിട്ടും എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് കയറി അവിടെ നിന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാനും വൈശുവും കൂടെ പൊറോട്ടയും ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ പതിവ് പോലെ ബിരിയാണി തന്നെ. അങ്ങനെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അവൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് അളിയൻസ് തട്ടുകട കണ്ടത്. അപ്പോൾ അളിയനെ അവിടെ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് കേട്ടോ, മാമൻ്റെ മോളാണ്, അവളുടെ കടയാണ് കേട്ടോ ഇത്. അങ്ങനെ അവിടെ അളിയനെ കണ്ട സ്ഥിതിക്ക് കയറാണ്ട് പോകുന്ന മോശമല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതായിരുന്നു. കയറിയാൽ പിന്നെ ഫുഡ് കഴിക്കാണ്ട് വിടുമോ? വേണ്ടാന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. എന്തെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ചിക്കൻ ആയിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ഇവിടുത്തെ ചിക്കൻ എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. പുറമെ ഭയങ്കര ക്രിസ്പിയും ഉള്ളിൽ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൽപ്പറ്റയിൽ വരുന്നവരൊക്കെ അളിയൻസ് തട്ടുകടയിൽ കയറിയിട്ട് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഈ വഴി പോകുന്നവരെന്തായാലും കയറിക്കോട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ചിക്കനൊക്കെ കഴിച്ചു. വേറെ എന്തൊക്കെയോ കുറേ ഐറ്റംസൊക്കെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വയറ് ഫുള്ളായതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ പത്തിരിയും ചിക്കനും കഴിച്ചു. മക്കൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പറ്റിയ ചിക്കനായിരുന്നു. ഇതിൻ്റെ കൂടെ ഇതാ അവരൊരു കോമ്പിനേഷൻ പോലെ ഒരു സാധനം തരുന്നുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റാണ്. എരിവുണ്ട്, പുളിയുണ്ട്. എരിവും പുളിയൊക്കെ വേണ്ടവർക്ക് അത് കൂട്ടി കഴിക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതാ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം അളിയനോട് രണ്ട് വർത്താനൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ അവിടെ നിന്ന് പോയിട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ചുരം എത്താനായി. ഇനിയിപ്പോൾ മക്കൾ ഫുഡൊക്കെ കഴിച്ചതായതുകൊണ്ട് ഇനി അവർ നല്ല ഉറക്കമായിരിക്കും. ഇനിയിപ്പോൾ എവിടെ ഇറങ്ങലൊന്നും ഉണ്ടാവില്ല. നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് പോകുന്ന വഴി ഇതാ ഒടുങ്ങാങ്ങാട് എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ, നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ എന്തായാലും